ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ തറവാട് വീടിൻ്റെ മുറ്റത്തെ കൊന്നമരം നിറച്ചും പൂത്തിട്ടുണ്ടായിരുന്നു. നോക്കി നിന്ന് പോകും, ആര് കണ്ടാലും അങ്ങനെ നിറച്ചും പൂവായിരുന്നു. വിഷു ആകുമ്പോഴത്തേനും കുറേയൊക്കെ അടിഞ്ഞ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വിഷുവിൻ്റെ തലേ ദിവസത്തെയും വിഷുവിൻ്റെ ദിവസത്തെയും ഒക്കെ വിശേഷത്തിലേക്ക് പോകാം. നമ്മുടെ തലേ ദിവസം കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു, സ്റ്റുഡിയോയിൽ പോയി. സ്റ്റുഡിയോ പോയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ സ്ഥലവും മരിച്ചു പെറുക്കി കുറേ വായി നോക്കി, എല്ലാ സാധനങ്ങളൊക്കെ കണ്ട് നടന്ന് ഒന്നും വാങ്ങിയില്ല. ഒന്നും വാങ്ങാതെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. എല്ലാ ഡ്രസ്സും സാധനങ്ങളും ഒക്കെ വലിച്ച് വാരി ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാനൊക്കെ കളക്ഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടാത്തത് കൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു എന്ന് പറയാനില്ല, എന്നാൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ അലഞ്ഞ് തിരിഞ്ഞതുകൊണ്ട് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ചോറും കറികളും അടങ്ങിയ പാക്കേജാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തുള്ള പരിപ്പ് കറി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്, എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, കൊള്ളാം. അപ്പോൾ മോരുകറിയും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അത് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി ഫുട്പാത്തിലൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതിയിട്ട് അവിടെയൊക്കെയുള്ള നമ്മുടെ പോലീസ് മൈതാനത്തൊക്കെ കുറേ സംഭവങ്ങളുണ്ട്, അവിടെയൊക്കെ ഒന്ന് കുറച്ച് സമയം കറങ്ങി തിരിഞ്ഞ് നടന്നു. വെറുതെ ഒരു രസമല്ലേ എന്ന് വിചാരിച്ച്, വേറെ ഒരു ഉപകാരം ഉണ്ടായിരുന്നില്ല. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ നമ്മുടെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും കാണുന്ന അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ചക്കക്കുരുവൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, കണ്ടോ, ചക്കക്കുരുവൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഏലക്കായി ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അതൊക്കെ വെറുതെ നോക്കി നടന്ന് അവിടെ നിന്നൊന്നും വാങ്ങിയില്ല ഗൈസ്. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. ചെടിച്ചട്ടിയൊക്കെ ആൾക്കാർ ഒരുപാട് വാങ്ങുന്നുണ്ടായിരുന്നു. ഇവിടെ വയനാടൻ ഉൽപ്പന്നങ്ങളും ഈച്ചയും പ്രാണിയും ഒക്കെ കളയാനുള്ള അതൊക്കെ സ്പ്രേ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് തളർന്ന് നമ്മൾ കൂൾബാറിൽ കയറിയിട്ടുണ്ട്. പുറമേ ഉള്ളതിനേക്കാളും തിരക്ക് എല്ലാ കൂൾബാറിലും ഉണ്ടായിരുന്നു. നമ്മൾ 2 കൂൾബാറിൽ പോയി നോക്കിയതിന് ശേഷമാണ് ഇവിടെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തിരക്കായിരുന്നു. വെയിൽ കൊണ്ട് ക്ഷീണിച്ച് ഭയങ്കര ചൂടും ഇതൊക്കെയല്ലേ, അപ്പോൾ എല്ലാവരും കയറുന്നുണ്ട് കേട്ടോ കൂൾബാറിൽ. അപ്പോൾ ഫുട്പാത്തിൽ ഒരുപാട് സമയം നടക്കാൻ വയ്യാത്തത് കൊണ്ട്, വെയിലായത് കാരണം നമ്മൾ കുറച്ച് സമയം മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മടുപ്പ് വന്ന് കൂൾബാറിൽ കയറി എല്ലാവരും ഫലൂദയും ഒക്കെ ഓർഡർ ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി വന്നിട്ട് വീണ്ടും നമ്മുടെ വെടിവെപ്പും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും ഉണ്ടായിരുന്നു, കുട്ടികളുടെ കൂടെയുള്ള എല്ലാ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ടാണ് വെടിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെടി പൊട്ടിക്കലും വർത്താനം പറയലും ഒക്കെ ആയിട്ട് തലേ ദിവസം അങ്ങനെ കടന്നു പോയിട്ടുണ്ട്. ഇനി നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള കണിയൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അതിന് ശേഷമാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. വെടിയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലേറ്റായിട്ടാണ് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത് രാത്രിയിൽ. അപ്പോൾ ചോറ്, സാമ്പാർ, ചിക്കൻ, പച്ചടി, കോവക്ക വറവ് കൂട്ടിയിട്ട് ചോറ് കഴിഞ്ഞിട്ട് എല്ലാവരും കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ കണി കണ്ടിട്ടുണ്ടായിരുന്നു. കണി കണ്ടതിന് ശേഷം വലിയ ആർഭാടമായിട്ടുള്ള കണിവെക്കലൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ രീതിയിലുള്ള ഒരു കണിവെക്കലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കണിയൊക്കെ എല്ലാവരും കണ്ടു, കൈനീട്ടമൊക്കെ കൊടുത്തു. അപ്പോൾ അതിന് ശേഷം വീണ്ടും കുട്ടികൾ വെടി ഒക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ രാവിലെ പോകാമെന്ന് വിചാരിച്ചതല്ല, പെട്ടെന്ന് അങ്ങനെ തോന്നിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു.
തിരിച്ച് വരുമ്പോൾ മീനുണ്ടായിരുന്നു. അപ്പോൾ മീനൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നിട്ട് പെട്ടെന്ന് ചോറിൻ്റെ പരിപാടികൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കറികളെ ഉണ്ടാക്കുന്നുള്ളൂ, വലിയ സദ്യ എന്നൊന്നും പറയാനില്ല, ചെറിയ രീതിയിലുള്ള ഒരു പരിപാടി, സദ്യ, അരസദ്യ എന്നൊക്കെ പറയാം, അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടിയിട്ട് പിന്നെ സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചോറും കറികളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പ്രഥമനുണ്ട്, വറവുണ്ട്, പച്ചടി, ചിക്കൻ, നമ്മുടെ എരിശ്ശേരി, പയറും ഇതൊക്കെ ഇട്ടിട്ടുള്ള എരിശ്ശേരി, സാമ്പാർ, അച്ചാർ, പപ്പടം ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറ് കഴിച്ചു. ചോറ് കഴിച്ചതിന് ശേഷം നമ്മൾ രാത്രിയിൽ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ബസൂക്കയാണ്, നമ്മുടെ മമ്മൂക്കയുടെ ബസൂക്ക കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ കുഴപ്പമില്ല, അങ്ങനെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വന്നു. പിറ്റേ ദിവസം നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടുന്ന് ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേനും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആവുന്നുണ്ടായിരുന്നു. അവിടെ സാമ്പാർ, പപ്പടം, ഓലൻ, പിന്നെ എന്താ ഉണ്ടായിരുന്നത്, വറവ്, പച്ചടി, അച്ചാർ തുടങ്ങിയിട്ട് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രഥമൻ ഉണ്ടായിരുന്നു. പ്രഥമൻ ലാസ്റ്റ് കഴിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ അമ്മ പഴുത്ത ചക്ക എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവിടുന്ന് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് വൈകുന്നേരമാണ് തിരിച്ചു വന്നത്. അപ്പോൾ നമ്മൾ കൂൾബാർ കയറിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന് പാഷൻ ഫ്രൂട്ട് സോഡ സർബത്തോ അങ്ങനെ എന്തോ പേരാണ്, എനിക്ക് ശരിക്കും ക്ലിക്കായില്ല. പിന്നെ ഇവൻ ഗ്രീൻ ആപ്പിൾ സോഡ സർബത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനകത്ത് പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. വലിയ എരിവൊന്നുമില്ല, എന്നാൽ ചെറിയ രീതിയിൽ എരിവുമുണ്ട്, പുളിയുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ രാത്രി നമ്മൾ മല്ലിയോട്ടുകാവ് പോയി. ഞാൻ ആദ്യമായിട്ടാണ് മല്ലിയോട് പാലോട്ടുകാവ് പോകുന്നത്. നല്ല തിരക്കായിരുന്നു, നല്ല ജനങ്ങളുണ്ടായിരുന്നു. വലിയ അമ്പലമാണ്. പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേന് അവിടെ കാഴ്ചവരവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് വെടിക്കെട്ടൊക്കെ കഴിഞ്ഞിട്ട് ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സമയം അവിടെ നല്ല വൈബായിരുന്നു, ഒരുപാട് സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചെറിയ വിഷുവിൻ്റെ വിശേഷങ്ങൾ. വെടിക്കെട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.